എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് നിന്നുള്ള സരിത ചേച്ചി ഒരു അനുഭവം അയച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള അനുഭവമാണ്. വേഗം തന്നെ പറയാം. ഞാൻ സരിത, കോഴിക്കോടാണ് കേട്ടോ സ്ഥലം. ഈ ത്രിമധുരം ഗ്രൂപ്പിൽ വന്നത് മുതൽ ഞാൻ എന്നും ഗുരുവായൂരിലാണെന്ന് തോന്നിപ്പോവും. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയവർക്ക് ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഇനി ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് കടക്കാം. ഞാൻ വൈശാഖ മാസത്തിലും ഗുരുവായൂർ ഏകാദശി നാളിലൊക്കെ ഗുരുവായൂരിൽ പോവാറുണ്ട്. കണ്ണനെ കണ്ടാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാനേ തോന്നില്ല. എന്നെ ചേച്ചിമാരൊക്കെ കളിയാക്കൂട്ടോ. എനിക്ക് വാഗച്ചാർത്ത് കാണണമെന്ന് വളരെ ഒരു മോഹമുണ്ടായി. എപ്പോഴും പോകും, കണ്ണനെ തൊഴുത് തിരിച്ചു വരും. ഒരിക്കൽ പോകും വാഗച്ചാർത്ത് കണ്ടിട്ടില്ല. പാട്ടിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചു, കണ്ണാ എനിക്ക് വാഗച്ചാർത്ത് കാണാൻ എൻ്റെ ഭാഗ്യം ഉണ്ടാവണേ എന്ന്. എൻ്റെ ജയേഷേട്ടൻ പണി ഒഴിവാക്കി ഒരു കളിയില്ല കേട്ടോ, പെയിന്ററാണ്. ഞാൻ പറഞ്ഞു, ജയേഷേട്ടാ എനിക്ക് ഗുരുവായൂരിൽ പോകണം, വാഗച്ചാർത്ത് കാണണമെന്ന്. അതിശ എന്ന് പറഞ്ഞതുപോലെ ജയേഷേട്ടൻ പറഞ്ഞു, എന്നാ പോവാലോ, റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വ്യാഴാഴ്ച ദർശനം കിട്ടുന്ന രീതിയിൽ പോകണം. ഞങ്ങൾ ബുധനാഴ്ച പോയി. വ്യാഴം, മുപ്പട്ട് വ്യാഴം ഒരുപാട് സന്തോഷമായി. നല്ല തിരക്കായിരുന്നു കേട്ടോ. വാഗച്ചാർത്ത് കിട്ടില്ലെന്ന് ഉറപ്പിച്ച് മനസ്സിൽ സങ്കടം നിറഞ്ഞു. കണ്ണാ എന്ന് വിളിച്ച് നിൽക്കുകയാണ്. ഉറക്കെ വിളിച്ച് വരി നീങ്ങി അവസാനം ഞങ്ങളും ശ്രീകോവിലിനുള്ളിൽ കയറി. ആ പുണ്യനിലത്ത് കാലുകുത്തിയപ്പോൾ മേലമാസകലം ഒരു തരിപ്പ് കയറി. ഓം നമോ നാരായണായ. എൻ്റെ ഗുരുവായൂരപ്പനുണ്ട് വാഗപ്പൊടിയിൽ കുളിച്ചു നിൽക്കുന്നു. എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, വാഗച്ചാർത്താണ്, തൊഴുതോളൂ എന്ന്. നോക്കുമ്പോൾ തിരുമേനി വാഗപ്പൊടി കണ്ണൻ്റെ മേല് വിതറുന്നു. കൊതി തീരെ കണ്ടു. ഇനിയും പോകണം. കണ്ണൻ അവിടെ എത്തിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പുലർച്ചെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. പ്രഭാത ഭക്ഷണം കഴിക്കാൻ നല്ല മോഹം, പക്ഷേ ഭയങ്കര വരി. കണ്ണാ ഇനി എന്തു ചെയ്യും? അപ്പോൾ ഉണ്ട്, എൻ്റെ അടുത്തൊരു സ്ത്രീ ഇരിക്കുന്നു. അവരോട് തൊട്ടടുത്ത് വേറൊരു ചേച്ചിയുണ്ട്. ഞാൻ ചോദിച്ചു, ആ വരി ചായക്കുള്ളതാണോ എന്ന്. അപ്പോൾ അവർ ചോദിച്ചു, ചായ കുടിക്കണോ? എന്നാ വന്നോളൂ. നിങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു, 4 പേര്. ഞങ്ങളെ അവർ VIP കൗണ്ടറിൽ കൂടെ കയറ്റാൻ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു കയറാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നെ തിരുമേനിയുടെ ആളാണെന്ന് പറഞ്ഞു. അപ്പം ആ ചേച്ചി പറഞ്ഞു, ഞാൻ ആ തിരുമേനി എപ്പോൾ വിളിച്ചു തരാമെന്ന്. അയാൾ പറഞ്ഞു, വേണ്ട വേണ്ട, കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചായ കുടിച്ചു. അവർ ചോദിച്ചു, നിങ്ങൾ ഗണപതിയുടെ അമ്പലത്തിൽ പോയോ? ഇല്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ ചേച്ചി ഞങ്ങളെ ഗണപതിയുടെ തൊഴാൻ കൊണ്ടുപോയി തിരിച്ച് നടക്കൽ തന്നെ എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മലപ്പുറത്ത് ജോലിക്ക് പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി. അവരെ കണ്ടില്ല. ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ച് വന്നിട്ട് ഭഗവാനായിട്ടാണ് അവരെ ഞങ്ങളെ കൊണ്ടുവന്ന് തന്നത്, ഒരു സഹായത്തിനായിട്ട്. അങ്ങനെയാണല്ലോ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാലല്ലേ. അപ്പോൾ സരിത ചേച്ചിയുടെ അനുഭവം മനോഹരമായിരുന്നു. ഒരു ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റി. വേഗത്തിൽ ഗംഭീരമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. എന്താ കഥ. ത്രിമധുരം ഗ്രൂപ്പിലുള്ള മെമ്പറാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷം. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരാം. എല്ലാവർക്കും 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.